നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ പറയുന്നത് സത്യമാണോ? ഇതിനുള്ളിൽ ബോംബുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ ഞാൻ വെറും വാക്ക് പറയാറില്ലെന്ന് വിനയ്ക്ക് അറിയില്ലേ? റിയ, ഈ ബോംബ് പൊട്ടുമെന്ന് നിനക്ക് ഉറപ്പാണോ? ആന്റി, ഇത് നിങ്ങൾ മുൻപ് നടത്തിയ പ്ലാൻ പോലെയല്ല. ഇത് റിയയുടെ പ്ലാനാണ്. ഇത് വിജയിക്കും. ഈ ബോംബ് പൊട്ടിയിരിക്കും. ഇത് പൊട്ടി പാർവതി പീസ് പീസായി ഇവിടെ ചിന്നി ചിതറി വീഴും. ഇത് നീ എവിടുന്നാ സംഘടിപ്പിച്ചത്? ആന്റി, അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? നീ ഇത് വെച്ച് എങ്ങനെയാ പാർവതിയെ കൊല്ലാൻ പോകുന്നത്? ഈ കർപ്പൂരം ബിരിയാണി പാചകം ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്ന ദാ ആ അടുപ്പിൽ വിറകുകൾക്കിടയിൽ ഞാൻ തിരികെ വെക്കും. ആരും അതിൽ സംശയിക്കില്ല. അഥവാ കർപ്പൂരം കണ്ടാലും വിറകിൽ പെട്ടെന്ന് തീ പടർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കർപ്പൂരാണെന്ന് മാത്രമേ കരുതൂ. ഇതിനുള്ളിൽ ബോംബാണെന്ന് ആരും കരുതുന്നില്ലല്ലോ. കൊള്ളാൻ റിയ നിന്റെ ബുദ്ധി. അതായത് പാർവതി അടുപ്പ് കത്തിക്കുമ്പോ ആ ചൂടേറ്റ് കർപ്പൂര ബോംബ് ബൂം. ആ, എക്സാക്ട്ലി അത് തന്നെ. പ്രിയ, നിനക്ക് വല്ലാത്തൊരു ക്രിമിനൽ ബുദ്ധി തന്നെയാണല്ലോ. ഇതൊക്കെ എന്ത്? എന്റെ തലച്ചോറിന്റെ പവർ വിനയ് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ഇന്നത്തോടെ പാർവതിയുടെ ശല്യം എന്നേക്കുമായി തീർന്നു കിട്ടും. മതി, അത് മതി റിയ. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പാർവതി പൊട്ടിത്തെറിച്ച് കൈയും കാലും ശിരസ്സും അറ്റ് ശവമായി കിടക്കുന്നത് ആന്റിക്ക് ലൈവായി തന്നെ കാണാമല്ലോ. ആ പിന്നെ കാര്യം കഴിയുമ്പോ റിയെ മറക്കരുത്. തരാമെന്ന് സമ്മതിച്ച പ്രതിഫലം 10% സ്വത്ത് അതെനിക്ക് തരണം. റിയ, ആ കാര്യത്തില് നിനക്കൊരു വേവലാതിയും വേണ്ട. പറഞ്ഞതുപോലെ ഞാൻ നിനക്കത് നൽകിയിരിക്കും. അപ്പോ ചടങ്ങ് നിർവഹിക്കല്ലേ? ഓ, ആയിക്കോട്ടെ. ഞാൻ മാത്രമല്ല, സാറും എന്റെ ഒപ്പം പാചകത്തിന് കൂടണം. അല്ല, അതിന് എനിക്ക് എന്ത് പാചകം അറിയാവുന്നേ? അതൊന്നും സാരമില്ല. സാറ് എന്റെ കൂടെ നിന്നാ മാത്രം മതി. ആയിക്കോട്ടെ.
ഗായത്രി മാഡത്തെ പോലെ തന്നെ പാർവതി മാഡവും വിശാൽ സാറും ചേർന്ന് ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പി തരുന്നതും അത് ഞങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതും ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇങ്ങനെയൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. ഞങ്ങളൊരിക്കലും നിങ്ങളെ ആരെയും ഞങ്ങളുടെ സ്റ്റാഫായിട്ട് മാത്രമല്ല കാണുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. ഇവിടെ ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും ഒക്കെ. ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന പാർവതി മേഡത്തിനും വിശാൽ സാറിനും ഇനി ഒരു 100 വർഷം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കും അനുഗ്രഹിക്കും. പാർവതിയെ ഇപ്പൊ തന്നെ ഉടലോടെ മുകളിലേക്ക് കെട്ടിയെടുക്കും. ഭാഗ്യമുണ്ടെങ്കിൽ വിശാലിന്റെ അന്ത്യവും നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് അടുപ്പിൽ തീ കൊളുത്താം സാർ. ആ അടുപ്പേ അമ്മ കത്തിക്കട്ടെ. അമ്മയ്ക്ക് വന്നേ. വാ അമ്മേ. അയ്യോ വിശാൽ, അടുപ്പ് പാർവതി തന്നെ കത്തിക്കട്ടെ. വരണം പ്രഭാവതിയമ്മ. അടുപ്പ് പ്രഭാവതിയമ്മ തന്നെ കത്തിച്ചാ മതി. വാ. അല്ല പാർവതി, അത് ശരിയാവില്ല. എനിക്ക് ഈ അടുപ്പിന്റെ പുകയൊന്നും താങ്ങാനേ പറ്റില്ല. മോളെ പാർവതി, നീ തന്നെ കത്തിച്ചാ മതി. എന്നാ പിന്നെ നീ തന്നെ കത്തിച്ചോ പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.